നമസ്കാരം. മാനസദസ്സിന് വന്ദനം. ഞാൻ ഇന്നിവിടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഉണ്ണിയേശുവിനെ സ്വന്തം നാട്ടിൽ വരവേൽക്കുന്നതിനെക്കുറിച്ചും ക്രിസ്മസ് തരുന്ന സന്ദേശത്തെക്കുറിച്ചുമാണ്. സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വരവറിയിച്ച് വീണ്ടും ഒരു ക്രിസ്മസ് കൂടി എത്തിയിരിക്കുകയാണ്. ലോകമൊട്ടാകെ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. 2000 വർഷങ്ങൾക്ക് മുമ്പ് മറിയത്തിൻ്റെയും ജോസഫിൻ്റെയും മകനായ ഉണ്ണിയേശു പിറന്നു. ആ ദിനത്തിൻ്റെ ഓർമ്മ പുതുക്കലായി ഡിസംബർ 25 ക്രിസ്മസ് ആഘോഷിക്കുന്നു. സ്നേഹത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും പാഠങ്ങൾ പകർന്നു നൽകിയ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ഓർമ്മ പുതുക്കാനായി പുൽക്കൂടുകൾ മറ്റും ഒരുക്കുന്നു. മാലാഖമാർ മുഖേന പുൽക്കുട്ടി പിറന്ന വാർത്ത അറിയിച്ച ആദ്യമെത്തിയ ആട്ടിടയന്മാർക്ക് വഴികാട്ടിയത് ആകാശത്തിലുദിച്ച ദിവ്യ നക്ഷത്രമാണ്. ആ നക്ഷത്രത്തിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് നാം വീടുകളിൽ ചാറുകൾ ഇടുന്നത്, ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുകയും നക്ഷത്രങ്ങൾ ഇട്ടും വീട് മുഴുവൻ അലങ്കരിച്ചും നമ്മൾ ആ ജന്മദിനം കൊണ്ടാടുന്നു. യേശുവിൻ്റെ ജനന സമയത്ത് മാലാഖമാർ ഇങ്ങനെ പാടി: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. ക്രൈസ്തവരുടെ ആഘോഷമായാണ് ക്രിസ്മസ് എങ്കിലും ഇന്ന് നാനാജാതി ഭേദമന്യേ ക്രിസ്മസ് ആഘോഷിക്കുന്നു. ക്രിസ്മസ് ദിനത്തിൽ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥന നടത്തുകയും മധുരങ്ങൾ പങ്കുവയ്ക്കലും കരോൾ ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്യും. ലോക നന്മയ്ക്കായി കാലിത്തൊഴുത്തിൽ പിറന്ന യേശുക്രിസ്തു താഴ്മയുടെയും സ്നേഹത്തിൻ്റെയും പ്രതീകമാണ്. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്നാണ് യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഈ ക്രിസ്മസ് കാലത്ത് മറ്റുള്ളവരോടുള്ള വിദ്വേഷവും വഴക്കും എല്ലാം മാറ്റി നമുക്ക് സ്നേഹത്തോടെ ഒരുമിച്ച് മുന്നോട്ട് പോകാം. ക്രിസ്മസ് എന്നത് ഒത്തുചേരലിൻ്റെയും പങ്കുവെക്കലിൻ്റെയും ഒരു കൂട്ടായ്മയാണ്. പക്ഷേ ഇന്ന് ആളുകൾക്ക് ഒത്തുചേരുവാനും ഒരുമിച്ച് ക്രിസ്മസ് ആഘോഷിക്കുവാനും സമയമില്ല. അവരവർക്ക് കഴിയുന്ന രീതിയിൽ എല്ലാവരും ലോകത്തിൻ്റെ പല ഭാഗത്തിരുന്നു കൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കുന്നു. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശം ക്രിസ്മസ് നമുക്ക് പകർന്നു നൽകുന്നു. ഈ ക്രിസ്മസ് നിങ്ങൾക്ക് ധാരാളം അനുകരണം നിറഞ്ഞതാകട്ടെ. എല്ലാവർക്കും വീണ്ടും എൻ്റെ ക്രിസ്മസ് ആശംസകൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.